ലക്ഷ്യങ്ങള് ഒന്നിലോ ഒരു കോടിയിലോ ഒതുങ്ങണില്ല കിംവദ. പിന്നെയോ? എല്ലാ വൃക്ഷങ്ങളുടെയും ശിഖരങ്ങള് തഴച്ചു വളരുമ്പോ അതിന്റെ വേരുകള് കൂടുതൽ കൂടുതലായി ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അതല്ലെങ്കിൽ വേരുകൾ ആഴ്ന്നിറങ്ങുമ്പോ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കുന്നു. അതുപോലെ കർമ്മങ്ങൾ ഉള്ളിടത്തോളം കാലം മനുഷ്യ ശരീരം നിലനിൽക്കുന്നു. മനുഷ്യ ശരീരം കർമ്മങ്ങളാകുന്ന ശിഖരങ്ങളുള്ള വേരാണ്. തമോ ഗുണത്തിന്റെ ചുഴലിക്കാറ്റ് അടങ്ങുമ്പോ സത്വഗുണത്തിന്റെ കാറ്റ് ശക്തിയായി വീശുന്നു. അപ്പോൾ സൽക്കർമ്മങ്ങളുടെ നാമ്പുകൾ വളരുന്നു. എന്നിട്ടേ ബുദ്ധിയും സത്യവും സാമർഥ്യവും പൂർണ്ണമായി വികസിക്കൂ. ബുദ്ധി വികസിക്കുമ്പോ തത്വവിചാരത്തിനുള്ള കഴിവുണ്ടാവുന്നു. പിന്നീട് ശാസ്ത്രങ്ങളിലുള്ള ദൃഢവിശ്വാസം എന്ന ഇലകൾ വളരുന്നു. അവ മേധാശക്തിയുടെ രസം നിറഞ്ഞ സദാചാരത്തിന്റെ ചിനപ്പൂക്കളായി വിടരുന്നു. പിന്നീട് യമതമങ്ങളും പൂർണ്ണമായി വളർന്ന് തപസ്സെന്ന ചെറുകിളികളും ഉണ്ടായി വൈരാഗ്യം എന്ന ശാഖ മനോഹരമായി നീളത്തിൽ വളരുന്നു. എന്താ, ശരിയല്ലേ? ശരി തന്നെ. പക്ഷേ ഇതൊക്കെ അറിയാൻ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയണം ആ കാവ്യഭരണ പണ്ഡിതൻ ലേ. ഈ ചിരിയിലുണ്ടല്ലോ ഒരു ലീലാവിലാസം. എന്റെ ചോദ്യത്തിന് കിംവദനൊരു മറുപടി പറയാ. എന്താ ചോദ്യം? ഭാര്യയാണോ അതോ സഹോദരിയാണോ പ്രധാനെന്ന്? യസ്യ ഭാര്യ ഗൃഹേനാസ്തി സ്വാധീച്ച പ്രിയവാദിനി അരണ്യം തേന ഗന്ധവ്യം യഥാരണ്യം തഥാ ഗൃഹം. പതിവൃതയും പ്രിയം പറയുന്നവളുമായ ഭാര്യ യാതൊരുവന്റെ ഗൃഹത്തിലില്ല. അവൻ കാട്ടിലേക്ക് പോവുകയാണ് വേണ്ടത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം വീട് കാട് തന്നെ. യസ്യ ഭാര്യ ഗൃഹേനാസ്തി സ്വാധീച്ച പ്രിയവാദിനി അരണ്യം തേന ഗന്ധവ്യം. നിന്റെ തലമുടിയുടെ ഭംഗി പോവും ഈ മാല കെട്ടിക്കഴിഞ്ഞാൽ. ഓ പിന്നെ, ഏട്ടത്തി കെട്ടിയ മുല്ലമാല ചൂടുമ്പോഴാ